രാഹുലിൻ്റെ പ്രസംഗം കേട്ട് കോപാക്രാന്തരായ BJP അല്ലെങ്കിൽ സംഘപരിവാരം വെടിയും പടയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗാണ് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് കണ്ടത്. അദ്ദേഹം വഞ്ചകൻ എന്നാണ് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി വഞ്ചകനാണത്രേ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച ഒരു കുടുംബത്തിലെ പിന്മുറക്കാരനാണ് രാഹുൽ ഗാന്ധി. അത് മറക്കരുത്. ആ കുടുംബത്തിൽപ്പെട്ട ആരും മാപ്പെഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല. ആരുടെയും ഷൂ നക്കിയിട്ടില്ല. ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. ആ പാരമ്പര്യത്തിന് ഉടമയായ രാഹുൽ ഗാന്ധിയാണ് വഞ്ചകൻ എന്ന് BJP നേതാവ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം രാജ്യദ്രോഹിയാണത്രേ. എന്താ ഈ രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത്? പ്രധാനമന്ത്രി മോഡിയെ വിമർശിച്ചാൽ, RSSനെയും BJPയെയും വിമർശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാണോ? എന്താ മോദി എന്ന് പറയുന്നതാണോ രാജ്യം? രാജ്യവും ശക്തിയും മഹത്വവും മോഡിയാണോ? പണ്ട് AICC പ്രസിഡൻ്റായിരുന്ന DK ബറുവ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യ എന്നാൽ ഇന്ദിരാഗാന്ധി, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് നാഴിക്ക് 40 വട്ടം ഓർമ്മിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഇപ്പോൾ അവർ പറയുന്നു മോദിയെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാകുമെന്ന്. രാഹുലിനെതിരെ ആ കുറ്റം ചുമത്തണമെന്നാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടക്കട്ടെ, ധൈര്യമുണ്ടെങ്കിൽ ചെയ്യ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് അടുത്ത ദിവസം തിരിച്ചെത്തുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ തൂക്കിലിടാം. ചെയ്യാമെങ്കിൽ ചെയ്യ്. ഇനി കുറേ ജന്മങ്ങൾ കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്ക് RSSൻ്റെ മൂല്യങ്ങളും സംസ്കാരവും മനസ്സിലാവില്ലെന്നാണ് ഈ കേന്ദ്രമന്ത്രി പറഞ്ഞത്. അതിന് കോൺഗ്രസിൻ്റെ വക്താവ് പവൻ ഖാരെ കൃത്യമായ മറുപടിയും കൊടുത്തു. ആ സംഘടനയുടെ ചരിത്രവും മൂല്യങ്ങളും സംസ്കാരവും അറിയാൻ ആരാണ് സമയം പാഴാക്കാൻ പോകുന്നത്? അത് പൊള്ളയായ ഒരു ചരിത്രവും സംസ്കാരവുമാണ് എന്നാണ് പവൻ ഖാരെ പറഞ്ഞത്. BJPയെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ സംഘപരിവാരത്തെ പ്രകോപിപ്പിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യമായിരിക്കണം. അതായത് അദ്ദേഹം പറഞ്ഞു, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സ്നേഹം, ബഹുമാനം, വിനയം മുതലായ മൂല്യങ്ങൾ തിരികെ കൊണ്ടുവരണം എന്നാണ്. അത് BJPക്കാർക്ക് ഇഷ്ടപ്പെടുമോ? BJP ഇതിനൊക്കെ എതിരല്ലേ? നമുക്കറിയാമല്ലോ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതസ്പർദ്ധയുടെയും ഒക്കെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ സ്നേഹത്തിൻ്റെ തിരിച്ചുവരവ് അംഗീകരിക്കാൻ സാധിക്കും? പാവപ്പെട്ട മനുഷ്യരെ തല്ലിക്കൊല്ലുന്നവർ, അതുപോലെ ഏതോ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോയതിൻ്റെ പേരിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്നവർ, അവർക്കത് അംഗീകരിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ എന്താണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത്? അവിടെ ഒരു വിഭാഗത്തെ, കുക്കികൾ എന്ന് പറയുന്ന വിഭാഗത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവിടുത്തെ BJP സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചെറുവിരൽ അനക്കാൻ പ്രധാനമന്ത്രി മോദിയോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് പോലുമില്ല. അദ്ദേഹം 3ാം തവണ പ്രധാനമന്ത്രി അതിനുശേഷം എത്ര വിദേശ സന്ദർശനങ്ങൾ നടത്തി? അതിനൊക്കെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. പക്ഷെ മണിപ്പൂരിൽ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അത്തരക്കാർക്ക് എങ്ങനെയാണ് സ്നേഹം തിരിച്ചു കൊണ്ടുവരുന്നതിനെപ്പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുക? അതുപോലെ നെഹ്റു അടക്കമുള്ള നേതാക്കളെ, ദേശീയ നേതാക്കളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് BJP എത്രയോ കാലമായിട്ട് പുലർത്തിപ്പോരുന്നത്. അധികാരം കിട്ടിയതിൻ്റെ, ഭൂരിപക്ഷം ഉണ്ട് എന്നതിൻ്റെ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ബഹുമാനം, വിനയം മുതലായ മൂല്യങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കും? സത്യം പറഞ്ഞാൽ ഈ മൂല്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതോടെ BJPയുടെ പ്രസക്തി ഇല്ലാതാവുകയാണ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ത്യയിലെ സംഘപരിവാരത്തെ വല്ലാതെ അങ്ങ് പ്രകോപിപ്പിച്ചത്. അവർ കട്ടക്കലിപ്പിലാകാനുള്ള കാരണം അതാണ്.